ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകളും, അറിയാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും, വരും തലമുറകളിലേക്കും നിലവിലുള്ള നമ്മുടെ മുഴുവൻ മാനവരാശിയിലേക്കും അറിവ് പകരാൻ ഉദ്ദേശിക്കുന്ന നല്ലവരായ മുഴുവൻ ആളുകളും ഈ പ്രണവവേദയുടെ സന്തോഷി പറഞ്ഞ ഈ ഭാഷ്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരിലേക്കും, മാക്സിമം ഇവിടുത്തെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും, എല്ലാ ഏരിയകളിലേക്കും, എല്ലാ ജനങ്ങളിലേക്കും എവിടേക്ക് എത്തിക്കാമോ അവിടേക്ക് എത്തിക്കുക എന്നുള്ളൊരു മനുഷ്യധർമ്മമായി കണക്കാക്കണം. ഇത് കേൾക്കുന്ന ആളുകൾ, ഗ്രഹിക്കുന്ന ആളുകൾ, മനസ്സിലാക്കുന്ന ആളുകൾ. നമസ്തേ സന്തോഷി. നമസ്തേ. നമസ്തേ സന്തോഷി, ഇന്ന് ഞാൻ അങ്ങിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത് ഒരു ബൃഹത്തായ കാര്യമാണ്. എപ്പോഴാണോ നമ്മൾ ഈ വിശ്വത്തിലേക്ക് പിറവിയെടുക്കുന്നത്, അതാരായാലും ആ പിറവി മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന, ആ പിറവി മുതൽ മനുഷ്യൻ ഇവിടുന്ന് ചലനമറ്റ് പോകുന്നത് വരെ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എപ്പോഴും ഉപയോഗിക്കുന്നത് അത് ശ്വാസം മുതൽ ഇങ്ങ് പോന്നാല് അറിവ് തുടങ്ങുവാണ്. പഠിക്കുകയും സ്വയം പഠിക്കുകയും ഒക്കെ ചെയ്യുന്നു. സംഖ്യാശാസ്ത്രത്തെ കുറിച്ച് 0 മുതൽ 9 വരെയുള്ള അക്കങ്ങളെ കുറിച്ച് പഠിക്കുന്നു, അക്ഷരമാലയെ കുറിച്ച് പഠിക്കുന്നു, ആഴ്ചകളെ കുറിച്ച് പഠിക്കുന്നു, മാസങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ഇങ്ങനെ ഇതെല്ലാം പഠിക്കുകയും ഇതെല്ലാം പഠിക്കാൻ പോകാത്ത ആളുകളും ഇത് മുഴുവൻ ഉപയോഗിക്കുന്നുണ്ട്. തിങ്കളാഴ്ചയാണെന്ന് പറയുന്നുണ്ട്, 1-ാം തീയതിയാണെന്ന് പറയുന്നുണ്ട്, 10 രൂപ വേണമെന്ന് പറയുന്നുണ്ട്, ഞാൻ ജനുവരി മാസത്തിലേ വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സമൂലമായിട്ട് ഈ കാര്യങ്ങൾ മുഴുവൻ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ സംഖ്യാശാസ്ത്രത്തെക്കുറിച്ചും ഈ അക്ഷരത്തെക്കുറിച്ചും ഈ ആഴ്ചകളെക്കുറിച്ചും ദിനരാത്രങ്ങളെക്കുറിച്ചും മാസങ്ങളെക്കുറിച്ചും അതിന്റെ പേരുകളെക്കുറിച്ചും പല നാടുകളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഭാഷയുടെ വ്യത്യാസം കൊണ്ട് പേരുകൾ മാറ്റിയിട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളിലും ഇന്ന് വിശ്വാസമില്ലാത്ത ആളുകൾ നിരവധിയുണ്ട്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവ് കൃത്യമായി വന്നിട്ടില്ല. ഇപ്പൊ സംഖ്യാശാസ്ത്രം, ഉദാഹരണത്തിന് 0, നമ്മൾ എന്റെ അറിവനുസരിച്ച് 0 മാത്രം ഉണ്ടാക്കിയത് ഭാരതീയരാണെന്നൊക്കെയാ പറയുന്നത്. ബാക്കി അക്കങ്ങളൊക്കെ മറ്റാളുകൾ കണ്ടുപിടിച്ചു. അക്ഷരങ്ങൾ കണ്ടുപിടിച്ചതിനെ കുറിച്ചും അങ്ങനെയുണ്ട്. ആഴ്ചകൾക്ക് പേരിട്ടിട്ടുണ്ട്, ദിവസങ്ങൾക്ക് പേരിട്ടിട്ടുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. അശ്വതി മുതൽ 27 നക്ഷത്രങ്ങളുണ്ട്, മാസങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ എവിടെ നിന്നാണ് അതിന്റെ ഉത്ഭവം, എവിടെയാണ് അതിന്റെ തുടക്കം, ആരൊക്കെയാണ് ഇതിന്റെ ഉപജ്ഞാതാക്കള്? ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അങ്ങ് ഒരു ദിവസം കൊണ്ട് ചെയ്യാമെന്നില്ല, അത് പലപ്പോഴായിട്ടെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഈ ലോകക്രമത്തിന്റെ അറിവിലേക്കായി, മനുഷ്യ സമൂഹത്തിന്റെ അറിവിലേക്കായി, മാനവരാശിയുടെ സമൂഹത്തിലേക്കായിട്ട് പ്രണവവേദയുടെ ആചാര്യൻ എന്നുള്ളേക്ക്. പ്രണവവേദയുടെ ആചാര്യൻ എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം, ഇത് ഒരുപക്ഷെ ഉണ്ടായിരുന്നതാണ്. പഞ്ചമവേദം, പ്രണവവേദം ഉണ്ടായിരുന്നതാണെന്നാണ് കേട്ടറിവും പലപ്പോഴും ഉള്ളത്. പക്ഷെ എവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അറിവുകൾ മുഴുവൻ ഈ പഞ്ചമവേദത്തിലാണ് ഉണ്ടായിരുന്നതെന്നും അറിയാൻ കഴിയുന്നു. അങ്ങിൽ നിന്നാണ് ഇതെല്ലാം അറിയാൻ കഴിഞ്ഞത്. അപ്പോ തീർച്ചയായിട്ടും പടിപടിയായിട്ട് ഞാൻ വളരെ പെട്ടെന്ന് കുറച്ച് ആവശ്യങ്ങളാണ് അങ്ങയുടെ മുന്നിൽ വെച്ചത്. എങ്ങനെയാണോ അതിന്റെ യോഗ്യത അനുസരിച്ച് അങ്ങത് മനസ്സിലാകുന്ന തരത്തിൽ വിളമ്പി തരണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഒന്ന് ചെയ്തു തരണം. തീർച്ചയായിട്ടും നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ഈ അങ്ങ് പറഞ്ഞ എല്ലാ വിഷയങ്ങളിലൂടെ സഞ്ചരിക്കാം. നമുക്ക് ആയുസ്സും വളരെ കുറവാണ്, നമുക്ക് സാഹചര്യങ്ങളും വളരെ മോശമാണ്. ഇപ്പൊ കഴിയുന്നത്രയും വേഗത്തില് നമുക്ക് കുറെ കാര്യങ്ങള് നമ്മുടെ വരും തലമുറയായിട്ട് പറയാം. ഇന്ന് ഭൂമിയില് 6500 ഭാഷകളുണ്ട്. പദസമ്പന്നമായ ലോകത്തെ സമ്പന്നമാക്കുന്ന ജ്ഞാന സമ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന 6500 ഭാഷകൾ ഭൂമിയിലുണ്ട്. അവിടെ എല്ലാത്തിനും അതീതമായിട്ട് ഈ 6500 ഭാഷകൾക്കുമൊപ്പം സംഖ്യാശാസ്ത്രം യാതൊരു വ്യത്യാസവുമില്ലാതെ നിലകൊള്ളുന്നുണ്ട്. 0 മുതൽ 9 വരെയുള്ള സംഖ്യ. ആ സംഖ്യകളുടെ എണ്ണത്തിലൊന്നും മാറ്റമില്ല. ആ സംഖ്യാശാസ്ത്രം അങ്ങനെ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാനാവാത്ത മഹത്തായിട്ടുള്ള ഒരു ശാസ്ത്രമായിട്ട് നിൽക്കുകയാണ്. എങ്ങനെയാണ് സംഖ്യാശാസ്ത്രം ജനിച്ചത്? ആരാണ് സംഖ്യാശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ്? എങ്ങനെയായിരിക്കും സംഖ്യാശാസ്ത്രം നമുക്ക് ഒരിക്കലും ഒഴിവാക്കാനാവാത്ത, നമ്മളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ശാസ്ത്രമാണ് ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം. എങ്ങനെയാണ് ഈ സംഖ്യാശാസ്ത്രം രൂപപ്പെട്ടത്? ഇത് കേൾക്കുമ്പോ, ഞാനിത് പറയുമ്പോ എല്ലാവർക്കും
പെട്ടെന്ന് ഇത് ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഉവ്വ. കാരണം നവഗ്രഹ സിദ്ധാന്തം ഭൂമിയെ സ്വാധീനിക്കുന്നില്ല, ജീവനെ സ്വാധീനിക്കുന്നില്ല, അത് തെറ്റാണ്, അതിൽ യാതൊരു അർത്ഥവുമില്ല, ഇതെല്ലാം അന്ധവിശ്വാസമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ഈ സിദ്ധാന്തത്തെ കുറിച്ച് പറയുന്നത്. ഉവ്വ. ഇപ്പൊ 0 എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്, 1 മുതൽ 9 വരെയുള്ള സംഖ്യ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് അറിയാത്തത് കൊണ്ടാണ് ആ സംഖ്യയുടെ സ്ഥാനം, ആ സഖ്യം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ആ സംഖ്യകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്തരം പലരുടെയും നാസ്തികപരമായിട്ടുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ഇതിനൊന്നും അർത്ഥമില്ല എന്ന് തോന്നിപ്പോകുന്നത്. അതിൽ ഏറ്റവും ചുരുക്കി ഞാൻ പറയാം, സംഖ്യാശാസ്ത്രം ഭാരതീയമാണ്, ഭാരതീയ ദർശനത്തിൽ അധിഷ്ഠിതമാണ്. അല്ലെങ്കിൽ എന്താണ് ഞാൻ ഈ പറയുന്നതിനെ വിമർശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് വെറുതെയാണെന്ന് പറഞ്ഞാൽ, സംഖ്യാശാസ്ത്രം എന്തിൽ നിന്നും രൂപം കൊണ്ടതാണ്, സംഖ്യാശാസ്ത്രത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് പറയുവാനുള്ള ആ കഴിവും കൂടി മറ്റുള്ളവർക്കുണ്ടാവണം, ഇല്ലേ? എങ്ങനെയാണ് സംഖ്യാശാസ്ത്രം രൂപപ്പെട്ടത് എന്ന് പറയാൻ കഴിയണം. ഒരു സിദ്ധാന്തം, ലോകത്തെ ഏറ്റവും വലിയ ആശ്ചര്യപ്പെടുത്തിയ, അത്ഭുതപ്പെടുത്തിയ സിദ്ധാന്തമാണ് സംഖ്യാശാസ്ത്ര സിദ്ധാന്തം എന്ന് പറയുന്നത്. അത് ഭാരതീയമാണ്. ആ സംഖ്യാശാസ്ത്ര സിദ്ധാന്തം നവഗ്രഹ സിദ്ധാന്തത്തിന്റെ തുടർച്ചയാണ്. ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സംഖ്യാശാസ്ത്രം. എങ്ങനെയാണ് ഗ്രഹങ്ങളുമായിട്ട് ഈ സംഖ്യാശാസ്ത്രത്തിന് ബന്ധമുണ്ടാകുന്നത്? അതിനകത്തെ ഓരോ ഗ്രഹത്തിന്റെയും സ്ഥാനം എന്താണ്? ആ ഗ്രഹങ്ങൾ എങ്ങനെയാണ് സംഖ്യാശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന് ഏറ്റവും ചുരുക്കി നമുക്ക് ഒന്ന് പ്രതിപാദിച്ചു പോകാം. ഇത് വളരെ ആഴത്തിൽ, വളരെ വിശാലമായിട്ട് സംസാരിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. നമുക്ക് ഏറ്റവും ചുരുക്കി അത് നമുക്കൊന്ന് പറഞ്ഞു പോകാം. 0 ഭാരതം കണ്ടുപിടിച്ചത്. ഒരു വിലയുമില്ലാത്ത 0ത്തെയാണ് ഭാരതം കണ്ടുപിടിച്ചത്. വിലയുള്ളതെല്ലാം, വാല്യൂ ഉള്ള സംഖ്യകളെല്ലാം കണ്ടുപിടിച്ചത് മറ്റു രാജ്യക്കാരാണെന്ന് ഇവിടെ ഒരു ആക്ഷേപമുണ്ട്. ഭാരതത്തിന്റെ നവഗ്രഹ സിദ്ധാന്തം അത് സംഖ്യാശാസ്ത്രത്തിന് പിറവി എടുക്കുവാൻ കാരണമായ സിദ്ധാന്തമാണ്. നവഗ്രഹ സിദ്ധാന്തമാണ് സംഖ്യാശാസ്ത്രത്തിന് പിറവി എടുക്കാൻ കാരണം. അതിലെ 0 എന്ന് പറയുന്നത് പൂജനീയമായിരിക്കുന്ന നമ്മുടെ ഈ ഭൂമിയാണ്. ആ ഭൂമിയിൽ ജീവനെ ജനിപ്പിക്കുന്നതിന്, ജീവനെ സ്ഥിതി ചെയ്യുന്നതിന്, ജീവനെ നിലനിർത്തുന്നതിന് കാരണമായിരിക്കുന്ന 1ാം സ്ഥാനക്കാരൻ എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹമാണ് 1 എന്ന് പറയുന്ന സംഖ്യയെ പ്രതിനിധീകരിക്കുന്നത്. സർവ്വതിന് കാരണം അഗ്നിയാണ്, ജനന കാരണ ശക്തിയാണ് അഗ്നി. അതുകൊണ്ടാണ് നമ്മള് മാസങ്ങൾ എണ്ണുമ്പോഴും മേടം തൊട്ട് എണ്ണുന്നത്. സൂര്യന്റെ മേടയാണ് ഈ മേടമാസം. സൂര്യന്റെ ആ മേടയായിരിക്കുന്ന മേടം എന്ന് പറയുന്നതും സൂര്യനെ പ്രതിനിധീകരിക്കുന്ന മാസമാണ്. അതുപോലെ തന്നെ ആഴ്ചയിലേക്ക് വന്ന രവിവാർ, ഞായറാഴ്ച, ഞായർ എന്ന് പറഞ്ഞ സൂര്യനാണ്. ഒരു സംശയം, ഈ മാസങ്ങളുടെ കണക്ക് വെക്കുമ്പോൾ നമ്മൾ ആണ്ടുപിറവിയായിട്ട് കണക്കാക്കുന്നത് ചിങ്ങമാസത്തിലാണല്ലോ, ചിങ്ങമൊന്നല്ലേ? 1ാമത്തെ മാസം ചിങ്ങമായിട്ട് കണക്കാക്കുന്ന ഒരു രീതിയില്ലേ? അതുപോലെയല്ല, നമ്മള് സൂര്യന്റെ രാശി വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് വർഷഫലം വരുന്നത്. അതുകൊണ്ടാണ് വിഷുവിന് ഒരു വർഷത്തെ ഫലം വിഷുഫലമായിട്ട് പറയുന്നത്. ഒരു ദിവസം ആണ്ടുപിറവി ചിങ്ങത്തിലാണല്ലോ. അതെ, ആണ്ടുപിറവി ചിങ്ങത്തിലാണ്. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളെയും എല്ലാം സ്വാധീനിക്കുന്നത് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ നക്ഷത്രങ്ങൾ, ഒരു ദിവസം നക്ഷത്രം ഉദയത്തിന് ശേഷമാണ് വരിക, സൂര്യോദയത്തിന് ശേഷമാണ് നക്ഷത്രത്തിന്റെ സ്വാധീനം വരിക. അപ്പൊ നമ്മൾ ഒരു ദിവസം തുടങ്ങുന്നത് രാത്രി 12 മണിക്കാന്ന് പറഞ്ഞാൽ, പക്ഷെ അങ്ങനെയല്ല, ഉദയം മുതലാണ്. ഇപ്പൊ സൂര്യൻ ഉദിക്കുന്നത് മുതലാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് മേടമാസത്തിലാണ് ഒരു വർഷം ഈ 12 രാശിയുടെ അധിപനായിരിക്കുന്ന സൂര്യൻ സഞ്ചരിച്ചു. 1 എന്ന് പറയുന്ന സംഖ്യ സൂര്യനെ സൂചിപ്പിക്കുന്നു. ജീവകാരണ ശക്തിയാണ് 1ാം സ്ഥാനക്കാരനായിരിക്കുന്ന സൂര്യൻ. അക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരം ആയാണ്, അത് അഗ്നിയെ സൂചിപ്പിക്കുന്നതാണ്, ആദിത്യനെ സൂചിപ്പിക്കുന്നതാണ്. 2ാം സ്ഥാനക്കാരൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. 27 നക്ഷത്രങ്ങൾ ഭൂമിയിൽ ജീവസ്വാധീന ശക്തിയായിട്ട് നിലനിൽക്കുന്നു. ജീവന് കാരണമായിരിക്കുന്ന ശക്തി നക്ഷത്രങ്ങളുമാണ്.
അപ്പൊ ആ നക്ഷത്രങ്ങൾ 27 നക്ഷത്രങ്ങൾ എങ്ങനെയാണ് ഭൂമിയിൽ ജീവസ്വാധീന ശക്തിയാകുന്നതെന്ന് ചോദിച്ചാൽ ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ്. എങ്കിലും നവഗ്രഹ സിദ്ധാന്തത്തിൽ 2ാം സ്ഥാനക്കാരൻ ഭൂമിയുടെ ഉപഗ്രഹമായിരിക്കുന്ന ചന്ദ്രനാണ്. ഇവിടെയാണ് നാസ്തികവാദികൾക്കും ഭാരതീയ ദർശനങ്ങളെ വിമർശിക്കുന്നവർക്കും ഒരു പ്രശ്നം സംഭവിക്കുന്നത്. 9 ഗ്രഹങ്ങളില്ല എന്ന് പറയുന്നത് നവഗ്രഹ സിദ്ധാന്തത്തിൽ ചന്ദ്രൻ ഒരു ഗ്രഹമായിട്ട് കണ്ടുകൊണ്ടാണ് നവഗ്രഹ സിദ്ധാന്തം തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഭൂമിയുടെ ഉപഗ്രഹമായിട്ടുള്ള ചന്ദ്രനെ 2ാം സ്ഥാനക്കാരനായി ഒരു ഗ്രഹമായി പരിഗണിച്ചുകൊണ്ടാണ്, ജീവകാരണ ശക്തിയായിട്ട് 2ാം സ്ഥാനക്കാരനായി കണ്ടുകൊണ്ടാണ് നവഗ്രഹ സിദ്ധാന്തം നിൽക്കുന്നത്. അപ്പോ 9 ഗ്രഹങ്ങൾ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും ആലോചിച്ചാൽ മനസ്സിലാവും ഭൂമിയുടെ ഉപഗ്രഹത്തെ കൂടി കൂട്ടിയിട്ടാണ് ആ നവഗ്രഹ സിദ്ധാന്തം. അപ്പൊ 2ാം സ്ഥാനക്കാരൻ ചന്ദ്രനാണ്. ഇനി 3ാം സ്ഥാനക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗുരുത്വാകർഷണത്തിന് ഏറ്റവും സ്വാധീനിക്കുന്ന, ഭൂമിയുടെ ഭ്രമണത്തിനെ ഏറ്റവും സ്വാധീനിക്കുന്ന സൗരവ്യൂഹത്തിലെ ഏറ്റവും വലിയ ഗ്രഹം. സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സൗരവ്യൂഹത്തിലെ ഗ്രഹം എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ബലത്തെ, ഭൂമിയുടെ ആ ഭ്രമണത്തെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കാരണമായിരിക്കുന്ന വ്യാഴമാണ്. വ്യാഴമാണ് ജീവകാരണ ശക്തിയിൽ 3ാം സ്ഥാനക്കാരൻ. അതാണ് 3 എന്ന് പറയുന്ന സംഖ്യക്ക് വലിയ ഒരു പ്രാധാന്യമുണ്ട്. ഒരു പൂർണ്ണസംഖ്യയുടെ തുല്യമായിട്ടുള്ള ഒരു പ്രാധാന്യം സംഖ്യാശാസ്ത്രത്തിൽ 3 എന്ന് പറയുന്നതുണ്ട്. 3-ന് ഒരു ഗുരുത്വവുമുണ്ട്. അത് വ്യാഴത്തിന്റെ ഗുരുത്വമാണ്. 4 എന്ന് പറയുന്നത് ഒരു കൺട്രോളറാണ്, രാഹുവാണ്. 4 ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രഹമാണ് രാഹു എന്ന് പറയുന്നത്. 5ാം സ്ഥാനക്കാരൻ ബുദ്ധിയെ നൽകുന്ന ബുധഗ്രഹമാണ്. 6 എന്ന് പറയുന്നത് ശുക്രഗ്രഹത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. 7 കേതുവിനെയും, 8 എന്ന് പറയുന്ന സംഖ്യ ശനി ഗ്രഹത്തെയും, 9 എന്ന് പറയുന്ന സംഖ്യ ഭീമൻ ചൊവ്വ ഗ്രഹത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പൊ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 എന്ന് പറയുന്നത് പോലെ തന്നെ സംഖ്യാശാസ്ത്രത്തിന് കാരണമായിരിക്കുന്ന ഗ്രഹങ്ങളുടെ പട്ടിക ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം, രാഹു, ബുധൻ, ശുക്രൻ, കേതു, ശനി, ചൊവ്വ. ഇതാണ് ഈ സംഖ്യാശാസ്ത്രം. എങ്ങനെയാണോ 0 എന്ന് പറയുന്ന ആ ഒരു വാല്യൂവും ഇല്ലാത്ത 0 എന്ന് പറയുന്ന ആ സംഖ്യയിലെ ഏറ്റവും വിലയില്ലാത്ത അവസ്ഥയെ ഏറ്റവും ഹീറോയാക്കുന്നത്, 0യെ ഹീറോയാക്കുന്നത്, 0 പൂജനീയമാക്കുന്നത് എന്ന് ചോദിച്ചാൽ നവഗ്രഹങ്ങളാണ്. വാമഭാഗത്തേക്ക് ചേർന്ന് നിൽക്കുമ്പോഴാണ് 0 ഭൂമിയെ പൂജനീയമാക്കുന്നത്, നമുക്ക് ജീവനെ നൽകുന്നത്, ജീവന് കാരണമായിരിക്കുന്നത് നവഗ്രഹങ്ങളാണ്. ഈ നവഗ്രഹങ്ങൾ തന്നെയാണ് നമ്മളുടെ സർവ ആഗ്രഹങ്ങൾക്കും കാരണം. ആഗ്രഹങ്ങൾക്ക് കാരണം ഗ്രഹങ്ങളാണ്. ജീവന്റെ സർവ ഐശ്വര്യവുമേകുന്നത് ഈ സൗരവ്യൂഹമാണ്. അതാണ് സംഖ്യാവ്യൂഹം. ഈ സഖ്യവ്യൂഹം, സൗര സഖ്യവ്യൂഹമാണ് സംഖ്യാവ്യൂഹം. 0യെ ഹീറോയാക്കുന്നത്, 0 പൂജനീയമാക്കുന്നത് സംഖ്യകളാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് 0 പോലെ ഇരിക്കുന്ന ഈ ഭൂമിയെ പൂജനീയമാക്കുന്നത്, മൂല്യമുള്ളതാക്കുന്നത്, ജീവനുള്ളതാക്കുന്നത്, ജൈവഗോളമാക്കുന്നത്, നീലഗോളമാക്കുന്നത്, വർണ്ണമുള്ളതാക്കുന്നത്, വിലയുള്ളതാക്കുന്നത് ഈ ഗ്രഹങ്ങളാണ്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. സർവനാമവും അക്ഷരങ്ങളാലാകുന്നു, സർവസഖ്യവും സംഖ്യയാലാകുന്നു. അപ്പോൾ നമ്മളുടെ അറിവുകൾ നമ്മുടെ പൂർവികരുടെ അറിവുകളാണ്. ആ പൂർവികരുടെ അറിവുകളിലേക്ക് ഇന്ന് നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്നത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. പുതിയൊരു അറിവിനെ ചേർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ മഹത്തായിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ പുതിയ അറിവിനെയല്ല ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്നത്. ലോകത്തിന്റെ മുഴുവൻ പൂർവികരുടെയും അറിവുകളെയാണ് ഞാൻ റീഓപ്പൺ ചെയ്തിരിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഈ അറിവുകളൊന്നും എൻ്റെതല്ല. ഇത് ഭാരതത്തിന്റെ പരംവൈഭവത്തിന് കാരണമായിരിക്കുന്ന സംഖ്യാശാസ്ത്രവും പഞ്ചഭൂത സിദ്ധാന്തവും നവഗ്രഹ സിദ്ധാന്തവും എല്ലാമാണ്. ആ സിദ്ധാന്തത്തിന്റെ വിശേഷം പറയുന്ന ഒരാളായിട്ട് എന്നെ കാണുക. നമസ്തേ. നമസ്തേ.